എന്നാലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അത് വിചാരിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണം, പരാജയത്തിന് കാരണം എന്താണെന്നുള്ളത് പരിശോധിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തലസ്ഥാനത്തെ NDAയുടെ കടന്നുകയറ്റം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചത് അത് ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്. KP നൗഷാദ് അലി, താങ്കളിലേക്ക്. അപ്പം ഇത് ഒരു സെമി ഫിനാലെയാണ്. അപ്പോൾ നിയമസഭയ്ക്ക് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് തദ്ദേശത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചതെന്നാണ് വിലയിരുത്തൽ. അത് തന്നെയായിരിക്കുമോ നിയമസഭയിലും നിങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം? കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശത്തിൽ വികസനം ഈ കാലയളവിൽ എന്താണോ ചെയ്തത് ആ വികസനത്തിന്റെ രാഷ്ട്രീയമായിരുന്നു LDF പറഞ്ഞത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് മുന്നിൽ അതൊന്നും ഏശിയില്ല. അല്ല, അങ്ങനെ ഒരു വികസന നേട്ടം പറയാൻ LDFന് ഇല്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ 9.25 വർഷത്തെ ഭരണത്തിൽ LDFന് അവരുടേതായ കുഞ്ഞായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇയർമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? മുൻകാലങ്ങളിലെ പല പദ്ധതികളുടെയും പൂർത്തീകരണവും അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് പോകലും ഒക്കെ അല്ലാതെ പുതുതായിട്ടൊന്നും കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. എന്നാൽ മുമ്പുള്ള സർക്കാരുകൾക്കൊക്കെ സ്മാർട്ട് സിറ്റി ആയാലും മെട്രോ ആയാലും കണ്ണൂർ പോലെയുള്ള വിമാനത്താവളങ്ങളായാലും ഒക്കെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചതിൻ്റെ ഖ്യാതി ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ശൂന്യതയും മരവിപ്പും ഒരു മടുപ്പിക്കുന്ന വരൾച്ചയും മാത്രമേ നമ്മുടെ ഭരണ പരിസരങ്ങളിൽ എവിടെയും നമുക്ക് ദൃശ്യമാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യാതൊരു ഭരണ തലത്തിലുള്ള നടപടികളൊന്നും കാര്യമില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ പറയുന്നത്, ഇവിടെ BJPയുടെ ഒരു തിരുവനന്തപുരത്തെ വിജയം എന്നത് അതൊരു അപ്രതീക്ഷിതമായ, നമ്മളൊക്കെ കേൾക്കുമ്പോൾ ഒരു അവിശ്വസനീയത തോന്നുന്ന ഒരു ഇൻക്രെഡിബിളായ ന്യൂസ് ഒന്നും അല്ലല്ലോ. കാരണം 989 എന്നെ തിരുവനന്തപുരത്ത് അന്ന് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആൾ 1 ലക്ഷത്തിലധികം വോട്ട് നേടി തിരുവനന്തപുരത്തെ ഇത്തരമൊരു രാഷ്ട്രീയാഭിമുഖ്യം നമ്മുടെ ശ്രദ്ധയിൽ വന്നതാണ്. അതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ അസംബ്ലിയിലും ലോക്സഭയിലും ഒക്കെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ന് അവിടെ ഭരണത്തിൽ കയറി. അത് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ തൃശ്ശൂർ അവരെ ലോക്സഭയിലേക്ക് വിജയിക്കുകയും കേന്ദ്രമന്ത്രിയെ നൽകുകയൊക്കെ ചെയ്ത ഇടമാണ്. അവിടെ BJPയുടെ കോർപ്പറേഷനിലെ പ്രകടനം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. BJP അവിടെ പല നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭയിൽ ലീഡ് നേടിയിരുന്നു. അവിടുത്തെയൊക്കെ അവരുടെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലെ പ്രകടനം നിങ്ങളോടൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇവിടെ 900 ചില്ലാനം 950 ഗ്രാമപഞ്ചായത്തുകളിൽ 2 ഡസൻ ഗ്രാമപഞ്ചായത്തുകളിൽ അങ്ങ് പറയുന്നത് അങ്ങനെ ഒരു വലിയ വിജയമായി കണക്കാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. KP ജയചന്ദ്രൻ അതിൽ മറുപടി പറയാനുണ്ടാവും. വലിയ വിജയമായി കണക്കാക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ മറ്റു പലരും ആശങ്കപ്പെടുത്തുന്നതാണ് BJPയുടെ വിജയം എന്ന് കൂടി പറയേണ്ടത്. ശ്രീ ജയചന്ദ്രൻ മാഷ്. അല്ല, ഒന്നുമില്ല. നൗഷാദ് അലിയുടെ വീട്ടുമുറ്റത്ത് നിലമ്പൂരിൽ എന്താ നൗഷാദ് അലി BJPയുടെ മുന്നേറ്റം? തിരൂരിലെ മുന്നേറ്റം അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? താനൂരിലെ BJPയുടെ മുന്നേറ്റം, പൊന്നാനിയിലെ മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ മുന്നേറ്റം, കോഴിക്കോട്ട് നിങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയെ നിയാസിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തോൽപ്പിച്ച് നേടിയ മുന്നേറ്റം, കോഴിക്കോട് കോർപ്പറേഷനിൽ 7-13 ആയത്, കണ്ണൂരിലെ മുന്നേറ്റം. നിങ്ങൾ ഈ പറഞ്ഞ നിസ്സാരവൽക്കരിക്കരുത്. നിങ്ങൾക്കുള്ള ഇതിനേക്കാളും വലിയ മുന്നേറ്റം കോട്ട കൊത്തളങ്ങളിലേക്ക് കടന്നു കയറി ചെന്നത് BJP അല്ലേ? അത് എന്തായാലും UDF വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് നടത്തുമ്പോൾ വളർച്ചയുണ്ടാക്കുന്നുണ്ട് BJP എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. തളർച്ച അത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. കോഴിക്കോടിന്റെ ചുമതല നൽകിയിരുന്നത് ഷാഫി പറമ്പിലിനായിരുന്നു. ഷാഫിയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. BJPക്ക് കേരളത്തിലുണ്ടായ നേട്ടത്തിന് നന്ദി പറയേണ്ടത് പിണറായി വിജയൻ എന്നാണ് ഷാഫി പറമ്പിലിന്റെ ആദ്യത്തെ പ്രതികരണം. അതായത് ശ്രീ നൗഷാദ് അലി അങ്ങ് പറഞ്ഞ പോലെ അത്ര നിസ്സാരമായി കാണേണ്ട വിജയമെന്ന് ഷാഫി പറമ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഒരു വിജയത്തെ നിസ്സാരമായി കാണുന്നതല്ല അത്. പക്ഷേ ഇതിങ്ങനെ ഒരു ജയചന്ദ്രൻ മാഷൊക്കെ പറഞ്ഞു വെക്കുന്ന പോലെ ഒരു പർവ്വതീകരിക്കാൻ മാത്രമൊന്നുമില്ല. BJP ഇത്രയൊക്കെ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷന് മുമ്പ് ആളുകൾ കരുതിയിരുന്നു. എന്തായാലും പർവ്വതീകരിക്കോ വിലയിരുത്തുകയൊക്കെ ആവാം. നമ്മൾ അതിനനുസരിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ.